ഹലോ, അഖിൽ. ഞാൻ കേൾക്കുന്നുണ്ടോ? ആണ് സാർ, കേൾക്കാം. ഹലോ. ഹലോ. ഹലോ, ഒടിവിളാണോ? അനഘ, അഖിൽ. മിസ് കേൾക്കുന്നുണ്ട്. ഹലോ. ഓക്കെ. ജസ്റ്റ് ഒരു 2 minutes വെയിറ്റ് ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യുന്നവരെ. ഓക്കെ. ഹലോ. എൻ്റെ സ്ട്രെങ്ത് കുറവാണോ? 17 പേരല്ലേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 2 minutes കൂടെ വെയിറ്റ് ചെയ്യുള്ളൂ.
Good afternoon, all. Good afternoon. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ലിൻബേസിൽ ഈ PPT അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയിരുന്നോ? ആരെങ്കിലും നോക്കിയിരുന്നോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ആരും നോക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇതുവരെ എടുത്ത ടോപ്പിക്സ് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്? വെബ് സെർവേഴ്സ് ആയിരുന്നു അല്ലേ നമ്മൾ പറഞ്ഞത്? വെബ് സെർവേഴ്സ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. സോ എന്തായിരുന്നു വെബ് സെർവറിൻ്റെ മെയിൻ ഫംഗ്ഷൻ? എന്തായിരുന്നു? ടു പ്രൊവൈഡ് ഡോക്യുമെന്റ്സ് ടു റിക്വസ്റ്റിംഗ് ബ്രൗസേഴ്സ് അല്ലേ? അപ്പോൾ എപ്പോഴാണോ റിക്വസ്റ്റ് വരുന്നത്, അറ്റ് ദാറ്റ് ടൈം ദേ വിൽ പ്രൊവൈഡ് ദ സർവീസ്. അതാണ് വെബ് സെർവേഴ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ പ്രസൻറ്റ് ചെയ്യണത്? ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ വെബ് സെർവേഴ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് മെയിൻലി അപ്പാഷെ ആൻഡ് IIS പറഞ്ഞത്. അത് രണ്ടിൻ്റെയും കേസ് സ്റ്റഡി, അപ്പാഷെ സെർവറിൻ്റെ കേസ് സ്റ്റഡി ഉണ്ട്, നമുക്ക് നോക്കാം ലാസ്റ്റ്. സിലബസിൻ്റെ ലാസ്റ്റ് ആണ് കേസ് സ്റ്റഡി പറഞ്ഞിട്ടുള്ളത്. സോ അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ ചെക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ് സെർവറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുക, വെബ് സെർവർ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞത്. വെബ് സെർവർ എക്സിക്യൂഷൻ റെഡി ആയി കഴിഞ്ഞാൽ, വെബ് സെർവർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. സോ എക്സിക്യൂഷന് റെഡി ആണെങ്കിൽ ദേ വിൽ ഇൻഫോം ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് ദ റിക്വസ്റ്റ് അല്ലേ? റിക്വസ്റ്റ്, അപ്കമിങ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളത് OSനെ ഇൻഫോം ചെയ്യും. ആൻഡ് ദേ പ്രോസസ് ദ റിക്വസ്റ്റ് ത്രൂ എ പോർട്ട്. സ്പെസിഫിക് പോർട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞു. പോർട്ട് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഓക്കെ, ഓരോ പ്രോട്ടോകോൾസ്, ഓരോ റിക്വസ്റ്റിനും സ്പെസിഫിക് പോർട്ട് ഉണ്ടാവും. ഓരോ പ്രോട്ടോകോൾസിനും സ്പെസിഫിക് പോർട്ട് ഉണ്ടാവും. ആ പോർട്ട് വഴിയാണ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് പോവുക. ഓക്കെ, അപ്പോൾ എപ്പോഴും സെർവർ മോണിറ്റർ ചെയ്യും, ആ പോർട്ട് എപ്പോഴും മോണിറ്റർ ചെയ്യും. എന്നിട്ട് റിക്വസ്റ്റ് വന്നാൽ, നോർമലി റിക്വസ്റ്റ് എന്ന് പറയുന്നത് HTTP റിക്വസ്റ്റ് ആയിരിക്കും, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTP റിക്വസ്റ്റ് ആയിരിക്കും വരിക. ആൻഡ് ദ ഡിഫോൾട്ട് പോർട്ട് നമ്പർ ഈസ് പറഞ്ഞു. ഓക്കെ, അങ്ങനെ റെസ്പോൺസ് കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫയൽ സ്ട്രക്ചർ അല്ലേ? വെബ് സെർവറിൽ ഉള്ള ഫയൽ സ്ട്രക്ചർ എന്തായിരുന്നു? 2 ഡയറക്ടറീസ് ആയിരുന്നു, ഒന്ന് ഡോക്യുമെന്റ് റൂട്ടും സെർവർ റൂട്ടും. ഡോക്യുമെന്റ് റൂട്ട് ഹൈറാർക്കി എന്താണ്? ഇറ്റ് സേവ്സ് ദ ഡോക്യുമെന്റ്സ് അല്ലേ? ക്ലയൻറ്റിനൊക്കെ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് സേവ് ചെയ്യും. അതുപോലെ സെർവർ റൂട്ട് ഇസ് ഫോർ സെർവർ പ്രോഗ്രാംസ് അല്ലെ? സെർവറിന് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള ഫയലുകളായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, അതാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ? പ്രോക്സി സെർവർ എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോക്സി സെർവർ എന്നുള്ള കേസ് എന്തായിരുന്നു? നമ്മുടെ സെർവർ വേറെ മെഷീനിലാണ് ഡോക്യുമെന്റ്സ് നമുക്ക് തരുന്നതെങ്കിൽ that server will be called as proxy server. പിന്നെ പ്രോട്ടോകോൾസ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? HTTP, FTP ആവാം, ന്യൂസ്, മെയിൽ ടു ഗോഫർ, ഇതൊക്കെയാണ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ്. ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യണത് HTTP ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പാഷെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പാഷെ സെർവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വൈഡ്ലി യൂസ്ഡ് വെബ് സെർവർ. ഓക്കെ, ഇനീഷ്യലി നമ്മൾ ഈ സെർവർ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബിക്കോസ് അതിൻ്റെ മെയിൻലി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫാസ്റ്റ്, റിലയബിൾ ആൻഡ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സോ അതായിരുന്നു നമ്മൾ യുണിക്സ് ബേസ്ഡ് സിസ്റ്റത്തിലൊക്കെ നോർമലി ബെസ്റ്റ് അവൈലബിൾ സെർവർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പാഷെ സെർവർ ആയിരുന്നു. ഓക്കെ, പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ ലോങ് ലിസ്റ്റ് ഓഫ് സർവീസസ്. നോർമലി സെർവേഴ്സ് കുറേ സർവീസസ് വരും, അതുപോലെ തന്നെയാണ് അപ്പാഷെ സെർവറും കുറേ ലിസ്റ്റ് ഓഫ് സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യും ക്ലയൻറ്റിന്. അപ്പോൾ നമുക്ക് അപ്പാഷെൻ്റെ കേസിൽ 3 കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്. ഒന്ന് httpd.conf, എക്സ്റ്റൻഷൻ .conf ഫയൽ ആയതുകൊണ്ടാണ് എക്സ്റ്റൻഷൻ .conf പറയുന്നത്.
അതുപോലെ srm.conf, access.conf, ഇങ്ങനെ 3 കോൺഫിഗറേഷൻ ഫയൽസ് ആണ് ഈ സെർവറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ httpd.config ഫസ്റ്റ് കോൺഫിഗറേഷൻ ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവറിൻ്റെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ പറയുന്നത്, സെർവറിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഫയലിലാണ്. ഓക്കെ, സെർവറിൻ്റെ പ്രോപ്പർട്ടീസ് അതാണ് ഫസ്റ്റ് കോൺഫിഗറേഷനിലുള്ളത്. ബാക്കി 2 കോൺഫിഗറേഷൻ ഫയൽസിൽ സെർവറിൻ്റെ ഓപ്പറേഷനാണ് പറയുന്നത്. ഓക്കെ, സെർവറിന് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, സോ അതിൻ്റെ ഡയറക്റ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് SRM-ലും ആക്സസിലും പറയുന്നത്. ഓക്കെ, സോ Apache server has 3 configuration files, namely httpd.config, അതാണ് സെർവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് പറയുന്നത്. The other 2 configuration files are for server operation. ഓക്കെ, സോ അതിൻ്റെ ഡയറക്റ്റീവ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ Apache സെർവറിൽ ഇപ്പോൾ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ഉണ്ടാവും, ഏതൊരു സെർവറിലാണെങ്കിലും ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ഉണ്ടാവും, അത് ഫയലിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചേഞ്ചസ് മോഡിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് സൈറ്റ് മാനേജർ ക്യാൻ മോഡിഫൈ ദ കോൺഫിഗറേഷൻ. നമ്മുടെ നീഡിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചേഞ്ച് വരുത്താം. അല്ലെങ്കിൽ ഇപ്പം സെർവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഫയൽസിൽ പറഞ്ഞിട്ടുണ്ടാവും, HTTPD-ലും ഇതിലൊക്കെ ഫയൽസിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർവറിനെ മോഡിഫൈ ചെയ്യാം, എന്തെങ്കിലും പ്രോപ്പർട്ടീസും കാര്യങ്ങളും മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ ഫയൽ നമുക്ക് ആക്സസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് Apache സെർവർ. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്താണ്, ഇറ്റ് ഇസ് ഫാസ്റ്റ്, റിലയബിൾ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. സോ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ യുണിക്സ് ബേസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് Apache സെർവറാണ്. നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞതാണ് മൈക്രോസോഫ്റ്റിൻ്റെ IIS സെർവർ. ഓക്കെ, അത് എന്താണ്, വിൻഡോസിന് വേണ്ടിയിട്ട് അല്ലെ, വിൻഡോസിന് വേണ്ടിയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ് സെർവറാണ് IIS. ഓക്കെ, അപ്പോൾ അപ്പാഷയും IIS തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അപ്പാഷയിൽ ഇറ്റ് ഇസ് കൺട്രോൾഡ് ബൈ എ കോൺഫിഗറേഷൻ ഫയൽസ് അല്ലേ. നമുക്ക് ഞാൻ പറഞ്ഞു സൈറ്റ് മാനേജർ നമുക്ക് അതിൻ്റെ ചെയ്യാം, മോഡിഫൈ ചെയ്യാം യൂസ് ത്രൂ എ കോൺഫിഗറേഷൻ ഫയൽ. പക്ഷെ IIS-ന്റെ കേസിൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൻ്റെ നെയിമാണ് IIS സ്നാപ്പിൻ. ഓക്കെ, IIS സ്നാപ്പിൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ത്രൂ ദാറ്റ് പ്രോഗ്രാം ഓൺലി യു ക്യാൻ മോഡിഫൈ ദ കോൺഫിഗറേഷൻ. അതാണ് ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഒരു 3 മാർക്സിനൊക്കെ ചോദിക്കാം. ഓക്കെ, കാരണം ടെക്സ്റ്റിൽ ഇതേപോലെ ഹെഡിങ് ആയിട്ട് കൊടുത്തതാണ്. അപ്പാഷയും IIS മാത്രമാണ് വെബ് സെർവറിനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം, ദേ കെൻ ആസ്ക് യു ദ ഡിഫറൻസ് ബിറ്റ്വീൻ Apache ആൻഡ് IIS. എന്താണ് മെയിൻ ഡിഫറൻസ്? ബോത്ത് ആർ സെർവേഴ്സ്. ഇനീഷ്യലി ദേ ആർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഓപ്പൺ സോഴ്സ് ആണ്. സോ യുണിക്സ് ബേസ്ഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അവരുടെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ പറയാം. മെയിൻ ഡിഫറൻസ് എന്താണ്, നമുക്ക് മോഡിഫൈ ചെയ്യാം യൂസിങ് ദ കോൺഫിഗറേഷൻ ഫയൽ. ഓക്കെ, കൺട്രോൾഡ് ബൈ എ കോൺഫിഗറേഷൻ ഫയലാണ്, അതിൽ മോഡിഫൈ ചെയ്യാം. ഇനി മോഡിഫൈ ചെയ്തില്ലെങ്കിലോ ഇറ്റ് വർക്ക്സ് വിത്ത് ഡിഫോൾട്ട് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി IIS-ന്റെ കേസിലാണെങ്കിൽ മെയിൻലി വിൻഡോസ് ബേസ്ഡ് ആണ്. വിൻഡോസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നോർമലി അത് കൊണ്ടുവന്നത്, സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോസ് പ്ലാറ്റ്ഫോമിനാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഡിഫറൻസ് എന്തായിരുന്നു, മോഡിഫൈ ചെയ്യാം നമുക്ക്. ദാറ്റ് ഇസ് ത്രൂ എ പ്രോഗ്രാം കോൾഡ് IIS സ്നാപ്പിൻ. ഈ പ്രോഗ്രാം വഴി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് മെയിൻ ഡിഫറൻസ്. അത്ര ഒരു ഷോർട്ട് നോട്ടായിട്ട് മാത്രമേ നമുക്കത് പറഞ്ഞിട്ടുള്ളൂ, അത്രേ പഠിക്കേണ്ടുള്ളൂ. ഓക്കെ, അതാണ് 2 സെർവേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. സോ വെബ് സെർവർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെബ് സെർവറിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുക, എക്സാമ്പിൾ പറയുക, അതിൽ അപ്പാഷയും IIS-ഉം ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, 5 മാർക്സിന് അങ്ങനെ വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. അതുകൂടെ നമ്മൾ വെബ് സെർവറിൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് വെബ് സെർവർ, ഡെഫിനിഷൻ, ഫംഗ്ഷൻ, അതിലുള്ള സബ് കാറ്റഗറീസ്, ഫയൽസ് കാര്യങ്ങൾ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ് വെബ് സെർവർ. എന്നിട്ട് എക്സാമ്പിൾ പറയുക. എക്സാമ്പിൾ Apache IIS ഉണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്സ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, സോ ക്ലിയർ ആണോ? ഇപ്പോൾ എടുത്തത് ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്തേ, റെസ്പോണ്ട് ചെയ്തേ. നഫ, റസാന, സംഗീത്, ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ഒഡിബിൾ അല്ലേ? നേഹ, നിതിൻ, ഫാത്തിമ, ഓക്കെ.
ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതിലുള്ള എല്ലാ ടോപ്പിക്സും ചെറിയ ചെറിയ ടോപ്പിക്കാണ്, സോ ഇമ്പോർട്ടൻ്റ്. അതിൽ HTTP ആണ് കുറച്ച് ലെങ്തി ആയിട്ട്. ബാക്കിയൊക്കെ സ്മോൾ ആണ്. ജസ്റ്റ് അതിൻ്റെ സിൻടാക്സ് പഠിക്കുക, എന്താണ് യൂസ് എന്ന് പഠിക്കുക, അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്മോൾ പോയിന്റ്സ് ഉണ്ടാവും, ഹൈലൈറ്റ് ചെയ്തിട്ട് അത് പഠിക്കുക, ഇത്രേ വേണ്ടുള്ളൂ. ഓക്കെ, എന്താണ് URL? നമ്മളൊരു ബ്രൗസർ എടുത്തു, ഇപ്പോൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, ഒരു യൂണിവേഴ്സിറ്റിൻ്റെ പേജ് അല്ലെ ഫേസ്ബുക്കിൻ്റെ പേജിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് ആണ് എന്ത്, URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലേ, അഡ്രസ് ടു എ പെർട്ടിക്കുലർ റിസോഴ്സ്. ഒരു റിസോഴ്സിൻ്റെ അഡ്രസ്സാണ് URL. ഓക്കെ, അപ്പോൾ എന്താണ്, URL ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഡോക്യുമെൻറ്റ്സ് ഓർ റിസോഴ്സസ് ഓൺ ദ ഇൻ്റർനെറ്റ് അല്ലേ. ഇൻ്റർനെറ്റിലുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഫുൾ ഫോം പഠിക്കണം, ഷോർട്ടായിട്ടാണ് URL എന്ന് പറയുക, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, YV ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കും. ഓക്കെ, ഇനി URLൻ്റെ സിൻടാക്സ്, URLൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അല്ലേ. ഇപ്പം നമുക്ക് ഇവിടെ HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വിത്ത് സെക്യൂരിറ്റി ആണ് S. ഓക്കെ, നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, :mail.google.com/mail എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഹൈറാർക്കി, ഡൊമൈൻ നെയിമിൻ്റെ ഹൈറാർക്കി. ഇതിലെന്താണ് .com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് നിന്ന് മൂവ് ചെയ്താൽ മതിയേ. Gmail എന്ന് പറയുന്നത് പാത്താണ്, നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് Gmail-ആണ്. സോ Gmail ഇസ് എ പാത്ത്. ഓക്കെ, ഇനി .com സ്റ്റാൻഡ്സ് ഫോർ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് എ ടോപ്പ് ലെവൽ ഡൊമൈൻ. ഡൊമൈൻ്റെ ഹൈറാർക്കി പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ, റൂട്ടാണ് ഫസ്റ്റ് ഉണ്ടാവുക, റൂട്ട് കഴിഞ്ഞിട്ട് ടോപ്പ് ലെവൽ ഡൊമൈൻ, അതാണ് .edu, .com, .gov എന്നൊക്കെ പറയുന്നില്ലേ അത്. അപ്പോൾ ടോപ്പ് ലെവൽ ഡൊമൈൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഡൊമൈൻ നെയിം അല്ലേ, ഡൊമൈൻ നെയിമാണ്. അത് കഴിഞ്ഞിട്ട് മെയിൽ എന്ന് പറഞ്ഞാൽ സബ് ഡൊമൈൻ ആണ് അല്ലേ, നമുക്ക് മെയിലാണ് ആക്സസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് എ സബ് ഡൊമൈൻ. പിന്നെ HTTPS എന്ന് പറയുന്നത് എന്താണ്, അത് പ്രോട്ടോകോൾ. ഓക്കെ, പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ഇതാണ് ഒരു URL എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന സ്പെസിഫൈ ചെയ്യുന്ന ആ ഒരു അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയണേ, URL. എന്തിനു വേണ്ടിയിട്ട്, വി ഹാവ് ടു ലൊക്കേറ്റ് എ റിസോഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് അല്ലേ. ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു റിസോഴ്സസ് നമുക്ക് കിട്ടണം. അത് ഡോക്യുമെൻ്റ് ആവാം, ഇതുപോലെ മെയിൽ, എന്ത് ഫെസിലിറ്റി ആയിക്കോട്ടെ, അതിനെ റിസോഴ്സ് നമ്മൾ ജനറലി പറയണം. സോ ആ റിസോഴ്സസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് URL. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ. നമുക്കിനി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അതിൻ്റെ സിൻടാക്സ്. നോർമലി അല്ലേ, സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ജനറൽ ഫോർമാറ്റ്. സോ സ്കീം ഒബ്ജക്റ്റ് അഡ്രസ് ആണ് സിൻടാക്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ടത് സിൻടാക്സ് ആണ്. സോ സിൻടാക്സ് എന്താണ്, സ്കീം ഈസ് ദ വൺ ഓഫ് ദ പ്രോട്ടോകോൾ. നമ്മളിപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ അവിടെ എന്താ കണ്ടത്, HTTPS ആണ് കണ്ടത് അല്ലേ. ആ പ്രോട്ടോകോളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സ്കീം. സോ പ്രോട്ടോകോൾ ക്യാൻ ബി, നമ്മൾ നേരത്തെ പറഞ്ഞു, HTTP, FTP, ടെൽനെറ്റ്, മെയിൽ ടു, ഇത് ഏതും ആവാം. ഓക്കെ, ദാറ്റ് ഇസ് സ്കീം. ഇനി സ്കീമിന് ശേഷം എന്താ ഉണ്ടാവുക, അഡ്രസ്സ്. ഇപ്പം നമ്മൾ Gmail ആക്സസ് ചെയ്യണമെങ്കിൽ അത്, ഫേസ്ബുക്ക് ആണെങ്കിൽ അത്. ഓക്കെ, അനദർ ഒരു യൂണിവേഴ്സിറ്റീനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് അഡ്രസ്. സോ ഒബ്ജക്റ്റ് അഡ്രസ് ഡിഫേഴ്സ്. ഓക്കെ, ഏതും ആവാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടോക്കോളിന് തന്നെ ഒബ്ജക്റ്റ് അഡ്രസ് ഏതും ആവാം, നമ്മൾ ആക്സസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, നമ്മൾ എന്താണ് ആക്സസ് ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് URLൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് പറയണത്, നമുക്കിങ്ങനെ ജനറലി ഒബ്ജക്റ്റ് അഡ്രസ് എങ്ങനെയാവും, ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം /path document. നമുക്ക് ഫുള്ളി പറയാം അല്ലേ. ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ www.mail.google.com/gmail, ഇത് ഫുള്ളി നമ്മൾ പറയുന്നതാണ് അല്ലേ. കറക്റ്റായിട്ട് നമ്മളത് ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പം www.facebook.com ഫേസ്ബുക്കിൻ്റെ ലോഗിൻ വരുന്നു, അല്ലെങ്കിൽ ഇപ്പം സെൻറ് തോമസിൻ്റെ ID കൊടുത്തു കഴിഞ്ഞാൽ സെൻറ് തോമസിൻ്റെ ഹോം പേജ് വരുന്നു. എനിക്ക് അതിൽ എന്താണ് ലിങ്ക് കിട്ടണം. സോ ഞാൻ ലിങ്ക് കൂടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫുൾ നെയിം. ഓക്കെ, ഇപ്പോൾ ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുന്നേ നോക്കിയതാണ് എങ്ങനെയാണ് ഡൊമൈനും സബ് ഡൊമൈനും ടോപ്പ് ലെവൽ ഡൊമൈനും ഇതൊക്കെ എടുത്ത് പറയുന്നതാണ് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം, FQDN. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പാത്തും പറഞ്ഞു കൊടുക്കുക. ഇതാണ് അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ HTTP യൂസ് ചെയ്ത കേസ്. ഇനി ഫയൽ പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ചെയ്യാം. ഫയൽ പ്രോട്ടോകോൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്, ഇറ്റ് മീൻസ് ദാറ്റ്
File protocol is used to fetch a file. So that file always resides in the client machine itself. ഓക്കെ, എൻ്റെ മെഷീൻ ഇപ്പം എൻ്റെ മെഷീനിൽ തന്നെ ഉള്ളൊരു ഫയൽ എനിക്ക് ബ്രൗസറിൽ കാണണം. സോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് file:/. ആ പാത്ത് പറഞ്ഞു കൊടുക്കുക. എവിടെയാണ് ഇപ്പം ഡൗൺലോഡ്സിൽ ഇന്ന ഫോൾഡറിലാണ് ഫയൽ കിടക്കുന്നതെങ്കിൽ അതങ്ങനെ സ്ലാഷ് ഇട്ടിട്ട് ഫോർവേഡ് സ്ലാഷ് ഇട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫയൽ റിട്രീവ് ചെയ്ത് കിട്ടും. ദാറ്റ് ഇസ് സെർവർ എന്നല്ല റിട്രീവ് ചെയ്യുക, എൻ്റെ മെഷീൻ തന്നെ ക്ലയൻറ്റ് മെഷീൻ തന്നെ റിട്രീവ് ചെയ്ത് കിട്ടുവാണെങ്കിൽ യു ക്യാൻ യൂസ് ഫയൽ പ്രോട്ടോക്കോൾ. ഓക്കെ, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. file:/. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിൻഡോസിലൊക്കെ ഈ സ്ലാഷ്, വിൻഡോസിന്റെ കേസിൽ ഈ സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് ആണ്, കണ്ടില്ലേ? https:// കണ്ടില്ലേ? ആ സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് ആണ് വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ലിനക്സ്, ഉബുണ്ടു അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് സ്ലാഷ് ആണ് യൂസ് ചെയ്യുക. പാത്ത് പറയുമ്പോൾ ബാക്ക്വേർഡ് സ്ലാഷ് ആണ് യുനിക്സ് സെർവേഴ്സിൽ യൂസ് ചെയ്യുക. വിൻഡോസിന്റെ കേസിൽ നമ്മൾ ഫോർവേഡ് സ്ലാഷ് ആണ് യൂസ് ചെയ്യുക. അതെപ്പോഴും കൺഫ്യൂഷൻ വരാൻ പാടില്ല. തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, എറർ കാണിക്കും. ഓക്കെ, ഫോർവേഡ് സ്ലാഷ് ഇൻഡിക്കേറ്റ്സ് ഫോർ വിൻഡോസ്, ബാക്ക്വേർഡ് ഫോർ യുനിക്സ് ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഫയൽ പ്രോട്ടോക്കോൾ ആണ്. എൻ്റെ മെഷീനിൽ തന്നെ, നിങ്ങളുടെ മെഷീനിൽ തന്നെ നിങ്ങൾക്കൊരു ഫയൽ റിട്രീവ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫയൽ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാം. പിന്നെ ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്? സെർവർ കമ്പ്യൂട്ടറിന്റെ നെയിമാണ് ഹോസ്റ്റ് നെയിം ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ mail.google.com എന്ന് പറയുന്നത് സബ് ഡൊമൈൻ ആണ്, അത് തന്നെയാണ് ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി HTTP ആണ് യൂസ് ചെയ്യുക പറഞ്ഞു. അതിന്റെ പോർട്ട് നമ്പർ ആണ് 80. അത് സ്പെസിഫൈ ചെയ്യണമെന്നില്ല, ഡിഫോൾട്ടായിട്ട് പോർട്ട് നമ്പർ 80 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫിനേഷൻ? URL is യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, മീൻസ് ദ അഡ്രസ് ടു സംതിങ് ഓൺ ദ ഇന്റർനെറ്റ്. ഇറ്റ് കുഡ് ബി എ വെബ് പേജ് ആവാം, ഫയൽ ആവാം, പിക്ചർ ആവാം, അല്ലെ? ഇനിയിപ്പോൾ യൂട്യൂബിന്റെ കേസ് ആണെങ്കിലോ അഡ്രസ് ടു എ പെർട്ടിക്കുലർ വീഡിയോ, അല്ലെ? നമ്മുടെ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? URL എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വീഡിയോയുടെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, അതാണ് URLന്റെ. നോർമൽ സ്പേസ് ഒന്നും വരാൻ പാടില്ല. ക്യാരക്ടേഴ്സ്, സെമികോളൻ, കോളൻ, ഇതൊന്നും URL വരാൻ പാടില്ല. ഓക്കെ, ഇനി സ്പേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സിൻടാക്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻടാക്സ് എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. പെർസെൻറ്റേജ് വെച്ചിട്ടാണ് സിൻടാക്സ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സി, ഇവിടെ എനിക്ക് URL സാൻ സ്പേസ് ജോസ് എന്ന് പറഞ്ഞ് കിട്ടണം. ഓക്കെ, URL അഡ്രസ്സിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് വെച്ചോ. വെബ് പേജിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സാൻ %20 ജോസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അതായത് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കൊടുക്കുക. ഈ 20 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹെക്സാഡെസിമൽ കോഡ് ഫോർ ASCII കോഡ് ഫോർ സ്പേസ്. മനസ്സിലായല്ലോ? അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നോർമലി URL അങ്ങനെ കൊടുക്കില്ല, സ്പേസ് കാര്യങ്ങളൊന്നും വരില്ല. ഇനി അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ തന്നെ യു ഹാവ് ടു എംബെഡ് ഇറ്റ് വിത്ത് പെർസെൻറ്റേജ് സൈൻ ഫോളോഡ് ബൈ എ 2-digit കോഡ്, 2-digit ഹെക്സാ കോഡ് കൊടുക്കേണ്ടി വരും. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഹെക്സാഡെസിമൽ കോഡ്. അപ്പോൾ സ്പേസിന്റെ ഹെക്സാഡെസിമൽ കോഡാണ് എന്ത്? 20. ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് URL പാത്ത്. URL പാത്ത് 2 types ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, URL പാത്ത് അത് 2 types ആണ്. കംപ്ലീറ്റ് പാത്ത് ആവാം, പാർഷ്യൽ പാത്ത് ആവാം. ഓക്കെ, കംപ്ലീറ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ആ വേർഡ് മീനിങ് പോലെ നമ്മൾ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആ ഒരു ഡോക്യുമെന്റിന് കിട്ടേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പാത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അതാണ് കംപ്ലീറ്റ് പാത്ത്. പാർഷ്യൽ പാത്ത് ഈസ് ബേസ്ഡ് ഓൺ സം റിലേറ്റീവ് വാല്യൂ. റിലേറ്റീവ് പാത്തിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ബേസ് പാത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് പാർഷ്യൽ പാത്ത്. ഓക്കെ, കംപ്ലീറ്റ് പാത്തും ഉണ്ട്, പാർഷ്യലും ഉണ്ട്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് പോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന ഫോൾഡറിൽ ഇന്ന സൈറ്റിൽ ഇന്ന ലൊക്കേഷനിൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നു. പാർഷ്യൽ ആണെങ്കിൽ നമുക്ക് റിലേറ്റീവ് ടു സം ബേസ് പാത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
http://www. ഇതൊരു കംപ്ലീറ്റ് പാത്തിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് HTTP കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഫയൽ എന്ന് പറഞ്ഞ ഇതിൽ സെക്ഷനിൽ എഫ് അതിൽ data.html ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് കംപ്ലീറ്റ് പാത്ത്. നമ്മൾ നോർമലി അങ്ങനെ പറയില്ല. ജസ്റ്റ് നമ്മളിതിൽ സൈറ്റിലേക്ക് പോകുന്നു, അവിടെ നമ്മൾ ആക്സസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇനി പാർഷ്യൽ പാത്ത് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ ബേസ് സെർവറിന്റെ ബേസ് പാത്ത് ഇതാണ്. സെർവറിന്റെ ബേസ് പാത്ത് ഇപ്പോൾ ഫയൽ റൂട്ട്, അത് ബേസ് പാത്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് ഡയറക്ടറി ഇതാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? http://www.uni/ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പാർഷ്യൽ പാത്ത്. അതായത് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ റൂട്ട് ഡയറക്ടറി ഫയൽ, സെർവറിന്റെ റൂട്ട് ഡയറക്ടറി ഫയൽ /f ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് പറയണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോയിക്കോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡാറ്റ ടച്ച് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫയൽ എഫിൽ കയറിയിട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ HTML ഫയൽ റിട്രീവ് ചെയ്യും. ഓക്കെ, അതാണ് എന്ത് പാർഷ്യൽ പാത്തിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ വേർഡ് മീനിങ് പോലെ കംപ്ലീറ്റ് പാത്ത് എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. പാർഷ്യൽ പാത്ത് എന്താണ്, ഒരു ബേസ് പാത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ അത് സെർവർ കോൺഫിഗർ ചെയ്യും. എൻ്റെ റൂട്ട് ടൈപ്പ് നിങ്ങൾ ഫോഴ്സ് ലാബ് ഒക്കെ ചെയ്യുമ്പോൾ C:// അങ്ങനെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായില്ലേ ഉബുണ്ടുവിൽ, C:/ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനർത്ഥം എന്താ, റൂട്ട് ഡയറക്ടറി ഈസ് C. അവിടെയാണ് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ LS കമാൻഡ് ഒക്കെ കൊടുക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടുക. ഓക്കെ, അങ്ങനെ റൂട്ട് ഹൗസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ സെർവർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രം കൊടുത്താൽ മതി. അതാണ് എന്ത് പാർഷ്യൽ പാത്ത്. ഓക്കെ, ഇനി സപ്പോസ് ഇത്രയേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം, ഇറ്റ് ഇസ് ഒരു ഡയറക്ടറി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ HTTP കണ്ണൂർ യൂണിവേഴ്സിറ്റി.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയിട്ട് / ഇൻഡിക്കേറ്റ് ഇസ് എ ഡയറക്ടറി. അപ്പോൾ .com ടോപ്പ് ലെവൽ ഡൊമൈൻ ആണല്ലോ .com. അപ്പോൾ നമ്മുടെ സെർച്ച് എവിടെയാണ്, സെർവർ എവിടെയാണ് നിൽക്കുക, ഇവിടെ നിൽക്കും. ഇവിടെ നിന്നിട്ട് താഴോട്ട് സെർച്ച് ചെയ്യും. കാരണം ഇതിനർത്ഥം ഇത് ഇറ്റ് സ്പെസിഫൈ ഇറ്റ് ഇസ് എ ഡയറക്ടറി. ഇതിനങ്ങോട്ട് കുറേ ഫോൾഡേഴ്സ് ഉണ്ട്, സബ് ഫോൾഡേഴ്സ് ഉണ്ട് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഇത് ഹോം പേജിലാണ് പോയി നിൽക്കുക. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, facebook.com എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഫേസ്ബുക്കിന്റെ ഹോം പേജിലാണ് നിൽക്കുന്നത് അല്ലേ. അതിൻ്റെ അവിടെ കുറേ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ട്, ലിങ്ക്സ് ഉണ്ട് അല്ലേ, ലോഗിൻ്റെ കേസ് ഉണ്ട്, സൈനപ്പിന്റെ കേസ് ഉണ്ടാവും അല്ലേ, അതൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ നോർമലി നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അർത്ഥം ഇറ്റ് റെപ്രസെന്റ്സ് എ ഹോം പേജ്. ഹോം എന്ന് പറഞ്ഞ ടോപ്പ് ലെവൽ ഡൊമൈനിനെ പോയിന്റ് ചെയ്യും. അതിന്റെ താഴെ കുറേ എന്തുണ്ടാവും, സബ് ഡൊമൈൻസ് ഉണ്ടാവും. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്ന് പറഞ്ഞ സബ് ഡൊമൈൻസ് ഉണ്ടാവും. സോ അത് നമുക്ക് വേണ്ട പോലെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. നമ്മൾ ആ പേജ്, നമുക്ക് ഒരു വെബ് പേജ് തന്നെയല്ലേ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ് പേജ് തന്നെ റിട്രീവ് ചെയ്ത് വരിക. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നും റിട്രീവ് ചെയ്തെടുക്കും അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്താ സംഭവിക്കുന്നത്, സെർവറിന് ആ പേജ് റിട്രീവ് ചെയ്ത് വരുമ്പോൾ സെർവർ എവിടെയാണ് നിൽക്കുക, ഇവിടെ .com ഇവിടെ നിൽക്കും. അതായത് നമുക്ക് ഹോം പേജ് റിട്രീവ് ചെയ്ത് തരും. സെർവറിന് മനസ്സിലായി ഇപ്പം നമ്മൾ എന്താണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സെർവറിന് എന്താ മനസ്സിലാവണേ, ഈ ഡോക്യുമെന്റ് നമുക്ക് തരണം. ഏത് ഡോക്യുമെന്റാണ് തരേണ്ടത്, ഹോം പേജിലുള്ള ഡോക്യുമെന്റാണ് തരേണ്ടത്. സോ ഹോം പേജ് നമുക്ക് റിട്രീവ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ ഹോം പേജിൽ എന്തുണ്ടാവും, കുറേ ലിങ്ക്സ് ഉണ്ടാവും. സോ ദാറ്റ് യൂസർ ക്യാൻ റിലേറ്റ് ഇറ്റ്. നമുക്ക് വേറെ ഏത് ഫയൽസ് എടുക്കണമെന്നുണ്ടെങ്കിലും ഹോം പേജിൽ നിന്ന് എടുക്കാം. അങ്ങനെയല്ലേ. ഇപ്പം നിങ്ങൾ സെന്റ് തോമസിന്റെ അക്കൗണ്ടിൽ കയറി, സെന്റ് തോമസിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സെന്റ് തോമസ് കണ്ണൂർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജാണ് കിട്ടുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ ലോഗിനും എല്ലാം കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഹോം. നോർമലി ഹോം പേജിനെ നമ്മൾ index.html ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഇപ്പം ഇവിടുത്തെ കോളേജിൻ്റെ സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും
അതിൻ്റെ പേര് ഇൻഡെക്സ് ആയിരിക്കും. index.html ഫയലായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ലോഡ് ചെയ്യേണ്ട ഫയൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതെപ്പോഴും ഇത് index.html എന്നുള്ള പേരിലാണ് കിടക്കുക. അപ്പോൾ നമ്മളിപ്പം ഞാൻ സെൻറ് തോമസിൻ്റെ ലോഗിൻ പേജിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്താൽ ബ്രൗസറിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തരുന്നുണ്ടല്ലോ, റിട്രീവ് ചെയ്ത് തരുന്നുണ്ടല്ലോ സെർവർ ആദ്യം തരിക ഈ index.html ഫയലാണ് തരിക. അതായത് ഹോം പേജാണ് തരിക. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ URL കൊടുത്തു. URL നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാം, ദാറ്റ് ഇസ് കംപ്ലീറ്റ് പാത്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കൊടുക്കാം. നമ്മൾ നോർമലി ഇതുപോലെയാണ് കൊടുക്കുക അല്ലേ? അതിനർത്ഥം എന്താണ്? സെർവർ റിട്രീവ് ചെയ്ത് തരുന്നത് ഒരു ഹോം പേജ് ആയിരിക്കും. ഫ്രം ദാറ്റ് ദ യൂസർ ക്യാൻ ഗോ ടു അതർ ലിങ്ക്സ്. ഓക്കെ, ഡയറക്ടറി സ്പെസിഫൈ അല്ലെങ്കിൽ ഡയറക്ടറി ലിസ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും ഈ സ്ലാഷ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെയിം ഒന്നും പറയില്ല, ഡയറക്ടറി ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ സെർവർ എന്തായാലും ഹോം പേജ് റിട്രീവ് ചെയ്ത് തരും. ഇങ്ങനെയാണ് URLന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ഞാൻ പേര് വിളിക്കണ്ടല്ലോ, മെസ്സേജ് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അഖിൽ, അഞ്ജലി, അഭിനന്ദ്, ഓക്കെ ആണോ? ആർക്കും ഡൗട്ട് ഇല്ല? ഡൗട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കണേ, URL എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ. അപ്പോൾ URL പാത്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് MIME. സോ നമുക്കൊരു 5 മിനിറ്റ്സും കൂടിയാണുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. ഓക്കെ, ടോപ്പിക്ക് കുറച്ച് പറയാനുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അറ്റൻഡൻസ് എടുക്കണം. അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്, അസൈൻമെൻറ്റിൻ്റെ കേസ് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തത് ലീവായവർ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഞാൻ PPT അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ബേസിൽ, അത് ചെയ്യാം. സോ നമ്മൾ എടുത്തത് ഇത്രയാണ്. ഇൻട്രൊഡക്ഷൻ എടുത്തു, ഒറിജിൻ എടുത്തു, ഇന്റർനെറ്റ് IP അഡ്രസ്, ഡൊമൈൻ നെയിംസ്, വേൾഡ് വൈഡ് വെബ് എടുത്തു, വെബ് ബ്രൗസർ എടുത്തു, വെബ് സെർവേഴ്സ് ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മൾ URL ആണെന്ന് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, URL കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്സ് ചെയ്തിട്ടുള്ളൂ. ഇത് ചെറിയൊരു മൊഡ്യൂളാണ്. ഈ 3, 4 ഒക്കെയാണ് കുറച്ച് നമുക്ക് ലെങ്തി ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ 6th അവർ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് അവറാണ്. അസൈൻമെൻറ്റ് അവറിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് ബേസിൽ അസൈൻമെൻറ്റ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു 2 questions ആണ് 10 മാർക്സിന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക. ഡെഡ് ലൈൻ ഞാൻ അതിൽ കൊടുക്കുക. ഇന്ന് ചെയ്യണ്ട, നാളെ പോസ്റ്റ് ചെയ്താൽ മതി. ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു? ഓക്കെ ആണ്? ഓക്കെ, ഞാൻ ഇന്ന് ക്വിസോ അല്ലെങ്കിൽ ഓറൽ വൈവ നടത്തുന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഓറൽ വൈവ നോക്കാം. ഇപ്പം തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത ടോപ്പിക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അത് നീറ്റായിട്ട് എഴുതുക. ഓക്കെ, ചെയ്യുക. സോ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെൻറ്റിൻ്റെ മാർക്കും തരും. പിന്നെ അതുപോലെ 6th അവറിൻ്റെ ഇന്നത്തെ 6th അവറിൻ്റെ അറ്റൻഡൻസും തരും. ഓക്കെ, ഓക്കെ ആണോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും സബ്മിറ്റ് ചെയ്താൽ മതി. ഇന്ന് വേണമെന്നില്ല. ഇസ് ദാറ്റ് ഓക്കെ? വിഷ്ണു, ബോയ്സ് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. വിഷ്ണു, ഷാരുൺ, സാരംഗ്, അജ്മൽ. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇതുവരെ എടുത്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് അറ്റൻഡൻസ് പറയണം. ഞാൻ നെയിം വായിക്കാം, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ആകാശ് രാജീവ്, ഓക്കെ. അഭിനന്ദ്,
ഒന്നിക്ക് പറയുക അല്ലെങ്കിൽ ചാറ്റിലിടണേ. അഭിനന്ദ് ഇല്ലേ? അഭിനന്ദ്, അഭിനവ്, Present, miss. അഭിനവ്. Present, miss. ഇതിൽ പേര് കാണുന്നുണ്ട്, ആരും റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? അഭിനവ്. ഓക്കെ. ആദർശ്. ഓക്കെ. അദ്വൈത്. ഓക്കെ. അജ്മൽ. Present, miss. അജ്മൽ. അജ്മൽ മുനീസ്. ഓക്കെ. അടുത്തത് അനഘ. അഞ്ജലി. ഓക്കെ. അഞ്ജലി. ഓക്കെ. അനുഗ്രഹ്. ഓക്കെ. അതിൻ. അതിൻ. അതിനുണ്ടോ? ഓക്കെ. അതുൽ. അതുൽ. ദേവിക. ഓക്കെ. ഓക്കെ. ദിൽന. ദിൽന. ഫാത്തിമ. ജസ്ന. കാർത്തിക്. ഓക്കെ. അഭിനന്ദ് മെസ്സേജ് കിട്ടി. കാർത്തിക്. കീർത്തന. മുഹമ്മദ് സിനാൻ. മുഹമ്മദ് സിനാൻ ഉണ്ടോ? ഓക്കെ. മുഹമ്മദ് ഇജാസ്. Present, miss. ഇജാസ് ആബ്സെന്റ് ആണല്ലേ? Present, miss. നഫ. നഫ. ഓക്കെ. നേഹ. ഓക്കെ. നിതിൻ ബാബു. ഓക്കെ. പ്രണവ് എ. പ്രണവ് സി. ഓക്കെ. റൈസ ഖാലിദ്. ഓക്കെ. റസാന നിഹാല. ഓക്കെ. റിസ്വിൻ. ഓക്കെ. റോഷൻ ഉണ്ടാ? ഓക്കെ. സഹല. സഹല ബി. സഹല എൻ. സഹല ബി. സഹല ബി ആബ്സെന്റ് ആണോ? സഹല എൻ. ഓക്കെ. സംഗീത്. ഓക്കെ. സാരംഗ്. ഷാരുൺ. ഓക്കെ. ശ്രദ്ധ. സഹലാബി കയറിയിരുന്നു ആദ്യം. ശ്രദ്ധ. ഓക്കെ. വിഷ്ണു. Present, miss. വിഷ്ണു. ഓക്കെ. Miss. വൈഷ്ണവി. Present. ഓക്കെ. ശ്രീഷ്മ. അഞ്ജിത. ശ്രീഷ്മ. ഓക്കെ. അഞ്ജിത ആൻഡ് ഷിറോണ. അഞ്ജിത ആബ്സെന്റ് അല്ലേ? ഷിറോണ ഉണ്ട്. 21. ഇജാസ്. ഇജാസ് പ്രസന്റ് പറഞ്ഞതായിരുന്നില്ലേ? ഇജാസ്. മിസ് ഇജാസ് ഉണ്ടേനു. ഹലോ. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ അറ്റൻഡൻസിന് അസൈൻമെന്റിന്റെ കേസ് നോക്കുക, മറന്നു പോകരുത്. PPT ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, മീൻസ് ലിങ്ക് ബേസിൽ ഇട്ടിട്ടുണ്ട്. ഇജാസിനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആരോ മെസ്സേജ് കണ്ടിരുന്നു എനിക്ക്. ഇജാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് ബാക്കി പഠിക്കുക. കാരണം ഒരുവിധം ഒരു 3 to 4 ടോപ്പിക്സ് കഴിഞ്ഞല്ലോ. ഇല്ല, ഇവിടെ ഹെഡ്സെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ നിങ്ങൾ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല. ആരുടെയും സൗണ്ട് വോയിസിനൊക്കെ കേൾക്കുന്നില്ല. ഓക്കെ. അതൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടുത്തെ കോളേജിന്റെ ഹെഡ്സെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട്. സോ അതാ ഞാൻ ചാറ്റിലിടാൻ പറഞ്ഞത്. ഓക്കെ. ചാറ്റ് ഞാൻ കണ്ടു, എല്ലാവരുടെയും കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുവരെ എടുത്തിട്ട് ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കാത്തതാണോ എന്ന് അറിയില്ല. ഓക്കെ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പഠിക്കുക. കുറച്ച് വേഗം പഠിച്ചിട്ട് പോകാൻ പറ്റും. ജനറൽ ടോപ്പിക്കാണ്. ടൈം കളയാതെ പഠിക്കുക. ഓക്കെ. അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് വൈവ പോലെയൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അസൈൻമെന്റ് മറക്കരുത്. സ്ട്രിക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. അറ്റൻഡൻസും മാർക്കും അതിനനുസരിച്ച് തരും. ഓക്കെ. ബാക്കി നിങ്ങൾക്ക്
നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം, നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.